കേരള സർക്കാരില് നമ്മളെ കാര്യം പറയാനായിട്ട് നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് പോലും കഴിയില്ല. അപ്പൊ കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി മഹാജനസഭ ഒരാൾക്ക് ചോദിക്കണ്ടായി. കുറച്ച് കഴിയുമ്പോൾ കത്തോലിക്ക BJP വരും. മാന്യപ്രേക്ഷകർക്ക് ജെനിസ് മീഡിയയിലേക്ക് സ്വാഗതം. സാർ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചു സമുദായത്തിലെ അനുബന്ധമായിട്ടൊരു സംഘടന പ്രാധാന്യത്തോട് സംസാരിച്ചു. ഇനി ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് പറയുന്നതോടൊപ്പം ലക്ഷ്യം എന്താണ്? അതിന് ലോങ് ടേം ലക്ഷ്യമാണോ, ഷോർട്ട് ടേം ലക്ഷ്യമാണോ? അതിനെ കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സാർ പറഞ്ഞു. ഈ പലരും ചോദിക്കുന്നത് സീറോ മലബാർ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ മുഖം, അതാണ് സമുദായം എന്ന് നമ്മൾ നിർവചിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ട് എന്ത് കാഴ്ചപ്പാടാണ് ഈ സംഘടനയ്ക്കുള്ളതെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് ഏതെങ്കിലും കക്ഷികളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, BJP-നെ സപ്പോർട്ട് ചെയ്യുക, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ളൊരു ലക്ഷ്യമാണോ സഭയ്ക്കുള്ളത്? കക്ഷി രാഷ്ട്രീയമാണോ എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഈ കത്തോലിക്ക കോൺഗ്രസ്സിൽ എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളുണ്ട് എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രത്യേകത. ഇതിൽ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരുണ്ട്, BJP-യിലുള്ളവരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവരുണ്ട്, ഇതിനകത്തുണ്ട്. അപ്പോ ഇത് കക്ഷി രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചല്ല. എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്? ആ കാഴ്ചപ്പാട് ഭാരതത്തിനും ലോകത്തിനും നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലോങ് ടേം വിശാലമായ കാഴ്ചപ്പാട് സംഘടനയ്ക്ക് ഉണ്ട്. ആ കാഴ്ചപ്പാട് സംഘടനയുടെ കാഴ്ചപ്പാട് മാത്രമല്ല, അത് കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട്, യൂണിവേഴ്സൽ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന കാഴ്ചപ്പാടാണ്. കാരണം കത്തോലിക്ക സഭയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ആരാധനാക്രമമുണ്ട്, ഒരു ഭക്തിപരമായ ഒരു ജീവിതമുണ്ട്, ചില ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, തിരുനാളുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചില കോർ വാല്യൂസ് ഉണ്ട്. അപ്പൊ വാല്യൂസ് എന്ന് നിർവചിക്കുമ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, അത് മാത്രമാണോ? അത് മാത്രല്ല. പക്ഷെ ഈ കോർ വാല്യൂസ് എടുത്തു കളഞ്ഞാൽ ഈ ആരാധനയ്ക്കും അനുഷ്ഠാനത്തിനും ആചാരങ്ങൾക്കൊന്നും വില ഉണ്ടാവും. അതിന്റെ വില ഇതാണ്, വില, മൂല്യം. അപ്പൊ ഈ കോർ വാല്യൂസ് എങ്ങനെ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ഉപയോഗിക്കും എന്നുള്ളതാണ്. സമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാല് ആദ്യമേ തന്നെ പറയേണ്ടത്, ഇങ്ങനൊരു രാഷ്ട്രീയ ലക്ഷ്യം കത്തോലിക്ക സഭയ്ക്കുണ്ടോ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒരിക്കൽ ഞങ്ങളുടെ ഒരു വൈസ് പ്രസിഡന്റ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ്, ഒരു ഇടവകയിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇവിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു യൂണിറ്റ് തുടങ്ങും. ഉടൻ തന്നെ അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ്, 2000 വർഷമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഇല്ലാണ്ടാണ് ഈ ഇടവക നിലനിൽക്കുന്നത്. പിന്നെ ഈ 2025 എന്തിനാണ് യൂണിറ്റ് തുടങ്ങുന്നത്? അപ്പൊ ഈ യൂണിറ്റ് തുടങ്ങാൻ പോയ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പലാണ് കേട്ടോ, +2 സ്കൂളിൽ. അല്ലാണ്ട് സാധാരണ ആളല്ല ചെല്ലണത്. അപ്പൊ ആ ടീച്ചർ എന്നോട് ഇത് വളരെ വേദനാജനകമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, എന്റെ ടീച്ചറെ, ഇതാ അച്ഛന്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ഡയസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു മുസ്ലിം, അവൻ ജനിച്ചു വീണാൽ മരിക്കണ വരെ അവനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതാണ് മുസ്ലിം ഈസ് എ പൊളിറ്റിക്കൽ മുസ്ലിം. ഒരു ജൂ ജനിച്ചു വീണാൽ അവന് രാഷ്ട്രത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഒരു ഹിന്ദുവിന് രാഷ്ട്രത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. അതാണ് RSS കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് നമ്മള് കുർബാന ചൊല്ലി കുമ്പസാരിച്ച് സ്വർഗം അതുള്ളൂ. ഇവിടെ വല്ലതും ചെയ്യാനുള്ളൊന്നുമില്ല. കുമ്പസാരിക്കുക, കുർബാന കൈക്കൊള്ളുക, പള്ളിയിൽ പോവുക, ആവശ്യമുള്ള നേർച്ചയിടുക, അച്ഛൻ കുറച്ച് സംഭാവന ചോദിച്ചാൽ നമ്മള് ഇഷ്ടംപോലെ കാശുണ്ട് കൊടുക്കുക, സന്തോഷമായിട്ട് പിരിയുക, വഴക്കില്ലേ. അങ്ങനെ നമ്മൾ നടന്നാൽ സ്വർഗത്തിൽ പോകുന്നുള്ളതാണ് നമ്മുടെ പൊതുധാരണ. ആ ധാരണ ക്രിസ്തു മതത്തിന്റെ ചരിത്രത്തിന് പറ്റിയിട്ടുള്ള ഒരു വലിയ ഭീമൻ അബദ്ധമാണ്. അത് തിരുത്തണം ആദ്യം.
ആ തെറ്റ് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ആദ്യം പഴയ നിയമത്തിലേക്ക് പോവാം. തീർച്ചയായിട്ടും ബേസിക്കലായിട്ട് വരുന്നല്ലോ അവിടെ നിന്നാണ് വരുന്നത്. ഈ പഴയ നിയമത്തില് കുറെ തെറ്റുകളുണ്ട്, കുറെ നന്മയുണ്ട്. ഞാൻ ചില ആളുകൾ പറയുന്ന പോലെ പഴയ നിയമത്തിനെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല. ക്രിസ്തുവിന് അനുകൂലമായിട്ടുള്ളത് അതിലുള്ളത് മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യും, അതിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. പല ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യണവരുണ്ട്, പക്ഷെ എന്നെ ചീത്ത പറയുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ഘടന അറിയണമെങ്കിൽ POC വിവർത്തനം ചെയ്ത മലയാളം ബൈബിൾ എടുത്തിട്ട് ഉള്ളടക്കത്തെ കുറിച്ച് ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്. ഉള്ളടക്കത്തെ കുറിച്ച് അതിങ്ങനെയാണ്: പഞ്ചഗ്രന്ഥി 1, 2 പ്രവചനപരം, പ്രബോധനപരം, ചരിത്രപരം. അപ്പൊ 4 ഭാഗം കിട്ടി. ഒന്നെന്താണ് പഞ്ചഗ്രന്ഥി, മറ്റേത് പ്രബോധനപരം, ചരിത്രപരം, പ്രവചനപരം. അപ്പൊ ഈ പഞ്ചഗ്രന്ഥിയിലാണ് അടിസ്ഥാന കാഴ്ചപ്പാടുകളൊക്കെ നിലനിൽക്കുന്നത്. ആദ്യത്തെ 5 പുസ്തകമാണ് പെന്റാടെക്: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. എനിക്കിത് ഇത്ര കൃത്യമായിട്ട് കിട്ടുന്നത് 22ാമത്തെ വയസ്സില് ഞാൻ PhD ചെയ്യാൻ ആദ്യം പഞ്ചഗ്രന്ഥിയിലാണ് ശ്രമിച്ചത്. അന്ന് കുറെ പഠനങ്ങൾ നടത്തി, പിന്നെ അത് ഉപേക്ഷിച്ച് ഗോത്രവർഗക്കാരെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഘടന നോക്കിയാൽ, ആ ഉള്ളടക്കത്തിന്റെ ടെക്സ്റ്റിന്റെ ഘടന നോക്കിയാല്, ലേവി സ്ട്രോസ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഘടന കിട്ടുന്നതാണ്. അതായത് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിന്റെ ഘടന ആ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ അതിൽ കാണാം ചെയ്യുന്നത്. ആ എന്താണെന്ന് വെച്ചാല്, ഈ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പുരോഹിതന്മാര്, നിയമം വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ് പ്രവാചകന്മാര്, നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരാണ് രാജാക്കന്മാര്. 3 ഘടനയാണ്. ആരൊക്കെയാണ്? നിയമം ഉണ്ടാക്കുന്നവര്, പുരോഹിതൻ, നിയമനിർമ്മാണം, പുരോഹിതൻ. അത് മോശ എഴുതി വെച്ചിട്ടുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നീ ദൈവസന്നിധിയിലായിരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുക. അതാണ് ലേവ്യ പൗരോഹിത്യം. കിട്ടില്ല? അപ്പൊ പുരോഹിതന്റെ പണി, പ്രവാചകന്റെ പണി, രാജാവിന്റെ പണി. ക്ലിയർ ആയി? അതാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്ന പുരോഹിതന്റെ പണിയാണ് ലെജിസ്ലേറ്റീവ് എന്ന് വിളിക്കുന്നത്. പ്രവാചകന്റെ പണിയാണ് ജുഡീഷ്യറി. ഈ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് എന്ത് ചെയ്യണം ആണ് പ്രവാചകൻ ചെയ്യുന്ന പണി. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്കൽ തന്നെ ചിലർ പറയുന്നുണ്ട്, ഓം ക്രീം ഷടാൻ, നാളെ നിന്റെ മാവിന്റെ കൊമ്പ് വീണ് അത് പൊട്ടും എന്ന് പറയുന്നതാണ് പ്രവചനം. അത്തരം പ്രവചനക്കാരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ് പഴയ നിയമം പറഞ്ഞിട്ടുള്ളത്. ഇതല്ല പ്രവചനം, വ്യാഖ്യാനാണ്. അത് നടപ്പിലാക്കുന്നവരാണ് രാജാക്കന്മാർ. അതിനെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ എഴുതിയതാണ്, നിങ്ങൾ രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്. കിട്ടിയില്ലേ? ഐഡിയ കിട്ടിയില്ല. അപ്പൊ ഇസ്രായേലിന്റെ ഘടന അത് കൊടുത്തിരുന്നത് 3 വിഭാഗ ആളുകൾക്കാണ്. ക്രിസ്തുമതം വന്നപ്പോ ക്രിസ്തുമതം പറയാൻ തുടങ്ങി, ഇത് ഒരു പൗരന്റെ കടമയാണെന്ന്. 3 കൂടിയിട്ട് 3. അപ്പൊ ഒരു പൗരനായി എനിക്ക് 3 കടമയുണ്ട്. എന്താണ്? പുരോഹിതനാണ്, ഞാൻ പുരോഹിതനായിരിക്കണം, ഞാൻ പ്രവാചകനാണ്, രാജാവാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ വന്നപ്പോ അതിൽ എഴുതി വെച്ചത്, ഈ വൈദികർക്കുള്ളത് ശുശ്രൂഷ പൗരോഹിത്യം മാത്രമാണ്, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. ഇനി ക്രിസ്തുമതം രൂപം കൊണ്ടപ്പോ ഒരു വലിയ പ്രതിസന്ധി ക്രിസ്തുമതത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്താ പ്രതിസന്ധി എന്ന് വെച്ചാല്, ഇതൊരിക്കലും എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഞാൻ ബൈബിളിലെ കഥ മാത്രമല്ല പറയാ, രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ നുണ പറയരുത് എന്ന് പഠിപ്പിക്കണം. അതിനൊരു കഥയുണ്ട്. ആ കഥയാണ് കർണന്റെ കഥ, നുണ പറയരുത്. അങ്ങനെ ഓരോന്നിനും എനിക്ക് കഥകളുണ്ട്. അങ്ങനെയാണ് 5 വയസ്സ് വരെ 6 വയസ്സ് വരെ കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിൽ ബോധനം കൊടുത്തിരുന്നു. അങ്ങനെ ഞാൻ കഥകൾ പറഞ്ഞു, പഴയ നിയമത്തിലെ കഥകൾ പറയാൻ തെരഞ്ഞെടുത്തു. ഞാൻ അബ്രഹാമിന്റെ കഥ പറഞ്ഞു, പൂർവ്വയോസേഫിന്റെ കഥ പറഞ്ഞു, ദാവീദിന്റെ കഥ പറഞ്ഞു, പിന്നെ സോളമന്റെ കഥ പറഞ്ഞു,
ഇവരൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല, പലരും തെറ്റുകാരുണ്ട്. ജോഷുവയുടെ കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കഥ പറഞ്ഞ് പുതിയ നിയമത്തിൽ വന്നു. അപ്പൊ ഫ്രാൻസിസ് അസീസിയുടെ കഥ പറഞ്ഞു, ഫ്രാൻസിസ് സേവിയറിന്റെ കഥ പറഞ്ഞു, മരിയ ഗൊരേത്തിയുടെ കഥ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് സംശയമായി, എന്താ പഴയ നിയമത്തിലെ കഥകൾ മുഴുവൻ രാജാക്കന്മാരുടെ, പുതിയ നിയമത്തിലെ കഥകൾ മുഴുവൻ ആരുടെ, ഈ വിശുദ്ധന്മാര് മുഴുവൻ പുരോഹിതന്മാരിന് പറഞ്ഞുകൊണ്ടിരിക്കണത്. അതിൽ രണ്ടുപേര് എക്സെപ്ഷൻ ഉള്ളത്, അവർ രണ്ടുപേരും എന്റെ ആൾക്കാരാണ്. ആരാണ്? ഒന്ന് ഗീവർഗീസും, രണ്ട് സെബസ്ത്യാനോസും. ഞാൻ ഫ്രാൻസിസ് അസീസിയെക്കാളും ഫ്രാൻസിസ് സേവിയറിനെക്കാളും ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരാണ്. അവർ രണ്ടാളും പൊളിറ്റീഷ്യൻസ് ആണ്. അപ്പൊ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ 2000 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാല് മാതൃകാപരമായിട്ട് ജീവിച്ച രാജാക്കന്മാരുടെ പേരുകളൊന്നും കഥയായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പുസ്തകത്തിലില്ലേ. ഇനി നമ്മുടെ കോളേജുകൾ പരിശോധിച്ചാലും സ്കൂളുകൾ പരിശോധിച്ചാലും അവിടെയുള്ള ഫോട്ടോ ഒക്കെ പരിശോധിച്ചാല് ഒരു രാഷ്ട്രീയക്കാരനാകണം എന്ന ഒരു മാതൃകാ പുരുഷന്റെ ഒരു ഫോട്ടോ അതിനകത്തുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ആത്മീയ തലത്തിന് പ്രാധാന്യം കൊടുക്കുകയും സാമൂഹിക രാഷ്ട്രീയ മേഖലയെ തീർത്തും അവഗണിക്കുകയും ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിലാണ് ഈ അച്ഛൻ ചോദിക്കണത് എന്തിനാണ് കത്തോലിക്ക കോൺഗ്രസ്. ക്ലിയർ ആയില്ല, ഐഡിയ കിട്ടിയത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ മാർപ്പാപ്പന്മാർക്ക് ഇത് മനസ്സിലായി, ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ കാരണം എന്താണെന്ന് വെച്ചാല് സാമൂഹിക കാര്യത്തെ കുറിച്ച് രാഷ്ട്രീയ കാര്യത്തെ കുറിച്ച് പറയാനായിട്ട് ഒരു അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ കയ്യിലില്ലേ. ആ അറിവ് കുറവ് വന്നു. എനിക്കറിഞ്ഞൂടെ എന്ത് ദൈവാനുഗ്രഹത്തിലാണ് 1850 നമ്മുടെ സമുദായ നേതാക്കള് മാർപ്പാപ്പ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ചിന്തിച്ചിട്ട് അവിടെ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ 1891 ലിയോ 13 മാർപ്പാപ്പയ്ക്ക് ഒരു ബോധോദയം ഉണ്ടാവുന്നു, ഇതൊരു വലിയ കുറവാണെന്ന്, ഒരു കുറവാണെന്ന്. കാരണം ഇങ്ങനെ ഒരു കടമ, അത് കടമയായിട്ട് അവകാശമായിട്ട് സഭ വിനിയോഗിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെ കുറിച്ച് അറിയാവുന്ന കുറെ അൽമായരെ അച്ഛന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് കൺസൾട്ട് ചെയ്തിട്ട് ആള് കുറെ ചാക്രിക ലേഖനങ്ങൾ എഴുതാണ്. അതിലൊരു ചാക്രിക ലേഖനത്തിന്റെ പേര് സ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവം. ബുക്ക് എഴുതാണ്. പിന്നെ എഴുതാണ് റേരും. അപ്പൊ 1981 ഈ റേരും നവാരിന്റെ സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 100ാം വാർഷികം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയപ്പോ അതിനകത്ത് മാർപ്പാപ്പ എഴുതി എന്തെന്ന്, 1891 വരെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക എന്നത് സഭയുടെ കടമയാണോ അവകാശമായിട്ടോ ഒരിക്കലും അംഗീകരിച്ചില്ല എന്ന ആ കുറവ് നികത്താനാണ് ഈ 1891 പുസ്തകം സഹായിച്ചത്. വലിയൊരു ഭാഗമായത്. അതായത് ഇപ്പൊ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക. അപ്പൊ ഈ സഹോദരനെ എങ്ങനെ സ്നേഹിക്കാം? അത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ ഒരു അവഗണന ഈ വിഷയത്തോട് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഏത് കത്തോലിക്കനോട് ചോദിക്കണം രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനകന്ന് വോട്ട് ചെയ്യാൻ പോലും പോവില്ലേ. ഏത് അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ റോളല്ലാതെ ധാരണയാണ്. അതുകൊണ്ട് ക്യൂബ്ലായിൽ വെച്ച് നടന്ന ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ബിഷപ്പ്മാരുടെ സമ്മേളനത്തിൽ ജോൺ പോൾ രണ്ടാമൻ ഇത് പഠിച്ചതിന് ശേഷം പറയാണ്, സഭയുടെ ലക്ഷ്യം മതപരമാണെങ്കിലും സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങൾ സഭയുടെ ലക്ഷ്യത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്, ഇന്റഗ്രൽ പാർട്ട്. എന്ന് പറഞ്ഞാൽ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെടാത്ത ക്രൈസ്തവൻ മനുഷ്യനല്ല, അച്ഛനും മനുഷ്യനല്ല. അതായത് പള്ളിയിൽ പോയിട്ട് ഇത് ചെയ്തു വരുന്ന ആള് ആരല്ല, പൂർണ്ണ മനുഷ്യനല്ല. മനുഷ്യനാണെന്ന് ചോദിച്ചാൽ അവൻ ഭാഗിക മനുഷ്യനാണ്.
ശുശ്രൂഷ പൗരോഹിത്യത്തിനൊപ്പം തന്നെ ഇത്തരം മേഖലകളിലൂടെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ ഒപ്പം ഇത്തരം മേഖലകളില് സപ്പോർട്ട് ഉണ്ടാവണം. ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ മൂല്യങ്ങളെ സപ്ലൈ ചെയ്യണം എന്നാണ് ജോൺ പോൾ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയില്ല, കൊണ്ടുവരിക. അതായത് രാഷ്ട്രീയത്തിന് ആവശ്യമായ മൂല്യങ്ങൾ സപ്ലൈ ആ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ പെരുമാറാനുള്ള മാനദണ്ഡങ്ങൾ നൽകി കഴിഞ്ഞു. അതിന് ചില കാലഘട്ടങ്ങളിൽ പുരോഹിതന്മാർ ഇങ്ങനെ ഇടപെടുന്നു എന്നുള്ളൊരു വ്യാപകമായ പരാതി വിമർശനം ഉണ്ടായിരുന്നു. അവരുടെ കാര്യം നോക്കിയാൽ പോലെ എന്തിനാണ് ഈ കാര്യം ഇടപെടുന്നത്? അവര് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും BJP-യിലും ഇടപെടണ്ട. അവരിടപെടേണ്ടത് സമൂഹത്തെ നയിക്കേണ്ട മൂല്യം ഇതാണ്. ഇന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാല് രാഷ്ട്രത്തിന്റെ ഘടന തകരും. അത്ര അവര് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ മുന്നിൽ നിന്നിട്ട് അത് രാഷ്ട്രീയപരമായിട്ട് ഓരോ പാർട്ടികളിലും ഇത് ചെയ്തിട്ട് ഈ മൂല്യം ഇല്ലെങ്കിൽ രാഷ്ട്രം തകരും എന്ന് പറയാനായിട്ടുള്ള ബാധ്യത നമ്മളുള്ളതാണ്. ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് നമ്മുടെ രാഷ്ട്രീയ ഘടന. മൂല്യബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ ഉടലെടുപ്പിക്കുക എന്നുള്ളത് ഫസ്റ്റ് ദൗത്യം. ഐഡിയ ക്ലിയർ ആയി. ഈ കാര്യം ഞാനൊരിക്കൽ ജൂദായിസം എന്ന് പറഞ്ഞിട്ടൊരു ജേർണലുണ്ട്, അമേരിക്ക എന്ന് പറഞ്ഞത്. അത് യഹൂദന്മാരിൽ അവരൊരിക്കൽ ഒരു സെമിനാർ നടത്തി. ആ സെമിനാർ നടത്തിയത് എന്തിനാണെന്ന് വെച്ചാല് ഈ ക്രിസ്ത്യാനികളെ കൊണ്ട് അവർ തോറ്റു. എന്താ തോറ്റതെന്ന് വെച്ചാല് ഏത് പള്ളിയിൽ പ്രാർത്ഥന എത്തിക്കുമ്പോഴും നമ്മൾ പറയും യഹൂദന്മാർ യേശുവിനെ കൊന്നു. ഏത് ഇപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിസെമിറ്റിസം. അവർക്ക് അതിന് വിഷമമുണ്ട്. അപ്പൊ അവര് 1979 ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇന്റർനാഷണൽ ലെവലിൽ. അതിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ജ്ഞാനായ സമുദായത്തിലെ ഒരു പ്രഗത്ഭനായ വൈദികനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജേക്കബ് വെള്ളിയൻ. അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ജേണലിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ ജേണല് വെള്ളിയാനച്ചൻ തന്നിട്ടുണ്ട്, അതെന്റെ കയ്യിലുണ്ട്. അത് ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ എന്ന് പറയുന്ന സെന്റ് തോമസ് കോളേജിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിലൂടെ ഈ ബുക്ക് എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ അതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ പിതാമഹന്മാര് ചെയ്ത ഒരു തെറ്റിന് ഞങ്ങളെയും കൂടി ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നതെന്നാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റെന്ന് പറഞ്ഞാൽ അവർ പറയണത് വിചാരണയുടെ പ്രൊസീജിയർ ശരിയായിരുന്നില്ല. അതായത് വിധിച്ചത് ശരിയാണ്, പ്രൊസീജിയർ ശരിയല്ല. അത്രയെങ്കിലും അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞത് യഹൂദ മതത്തിലെ ഈ രാജകീയ ഭാവല്ലേ, രാജാക്കന്മാര്, ആ ഭാഗം ഒഴിവാക്കി എന്നതാണ് ക്രിസ്തു മതത്തിന്റെ ഫെയിലിയർ എന്ന് അതിലൊരു ലേഖനത്തിൽ പറയുന്നത്. യഹൂദന്മാര് അത് ക്രിസ്തു മതം ഒഴിവാക്കിയത് കൊണ്ടാണ് മുസ്ലിം എന്ന മതം തന്നെ ഉണ്ടായത്. മുസ്ലിം എന്ന പദത്തില് അല്ല, 6ാം നൂറ്റാണ്ടിൽ വരുന്നത് നമുക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലേ. അപ്പൊ അവർക്ക് ആരാധന ഇല്ല, അവർക്ക് മൂല്യങ്ങളും ചിലതുണ്ട്. ക്രിസ്ത്യൻ മൂല്യങ്ങളും ജൂയിഷ് മൂല്യങ്ങളാണ്, അതിനപ്പുറത്തില്ലേ. അവർക്കുള്ളത് എന്താണ് ക്രിസ്ത്യാനിക്ക് കുറവുള്ളത് അതാണ് അവർക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ടായി. നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ അവർ വളർന്നു. ഇതാണ് ഉണ്ടായത്. അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഐഡിയ ക്ലിയർ ആയില്ല നമുക്ക്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇപ്പൊ മാർപ്പാപ്പന്മാര് പറഞ്ഞു തുടങ്ങി, ഫ്രാൻസിസ് മാർപ്പാപ്പ അടക്കം ഈ 100-150 കൊല്ലമായിട്ട് ഗ്യാപ്പിന് ശേഷം പറഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകണം. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കത്തോലിക്ക കോൺഗ്രസ് ആൻസർ ആയില്ല. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, നടപ്പിലാക്കുന്നത് എന്ന 2 ചോദ്യമുണ്ട്. ആ 2 ചോദ്യത്തിന് ഉത്തരം പറയാം. എങ്ങനെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഈ റേരും നവയരും തൊട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറങ്ങിയ മനുഷ്യ മഹാത്മ്യം എന്നുവരെയുള്ള സാമൂഹിക പ്രബോധന ചാക്രിക ലേഖനങ്ങള്, അപ്പസ്തോലിക ലേഖനങ്ങളുടെ ഒരു സമുച്ചയമുണ്ട്. അതില് വായിച്ചു നോക്കി ഇതിന്റെ ഉത്തരം കിട്ടും.
അപ്പൊ ഇതിൽ വലിയൊരു ബോധ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഡേ ടു ഡേ മൂവ്മെന്റ്സിലേക്കുള്ള ആക്ടിവിറ്റി ഉണ്ടാവണം, ഉണ്ടായി പറ്റും. കാരണം രാഷ്ട്ര നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആണല്ലോ. എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ഇവിടുത്തെ എക്കണോമിക് പോളിസി എന്താണ് തെറ്റ്, എന്താണ് ശരി, രാഷ്ട്രീയത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ എന്താണ് തെറ്റ്, എന്താണ് ശരി, ജുഡീഷ്യറിയിലുള്ള അതെങ്ങനെയാണ് വിധിക്കേണ്ടത്, അതിന്റെ അടിത്തറ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. പരിസ്ഥിതിയുടെ നയം പ്രഖ്യാപിക്കുമ്പോൾ അതിനെന്താണ് വേണ്ടത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ആളുകൾ ഇത് വായിച്ചു നോക്കണില്ല. അപ്പൊ വലിയൊരു പഠനക്കടന്ന് കുട്ടികൾ പറയാറുണ്ട്. അതായത് വളരെ ദൈവത്തിന്റെ നാട് എന്ന് പറയുന്ന കേരളത്തില്, ഈ കേരളം എന്ന നാട്ടിൽ നിന്ന് നാട് വിട്ടു പോകേണ്ട ഒരു ഗതികേട് എത്തിയതിന്റെ പിന്നില് കത്തിപിടുത്ത കേരളത്തിലെ കത്തോലിക്കര് ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയെ ഇടപെടാതിരുന്നത് കൊണ്ടുണ്ടായ അപ്പൊ ഒരു പ്രശ്നമാണിത്. അതിന് വേണ്ടി റീടേക്ക് ചെയ്യണം. അത് വിമോചന സമര കാലത്ത് അത് ടേക്കപ്പ് ചെയ്തിരുന്ന ചില നേതാക്കളുണ്ടായിരുന്നു. അവരൊക്കെ വർഗീയവാദികൾ എന്ന് പറഞ്ഞ് ഈ സമൂഹം ഒറ്റപ്പെടുത്താണ് ചെയ്തത്. ഈ കോൺഗ്രസ് പാർട്ടി പോലും ജീവൻ ഉണ്ടായത് കത്തോലിക്കര് നേതൃത്വം വഹിച്ച ഈ വിമോചന സമരത്തിൽ നിന്നാണ്. പക്ഷെ ആ കോൺഗ്രസ് പാർട്ടി കത്തോലിക്കരെ തള്ളി പറയല്ലോ. അപ്പൊ തീർച്ചയായിട്ടും കത്തോലിക്ക വലിയൊരു റോളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് യുവജനങ്ങൾ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് കേരളം ഉണ്ടായതിനു ശേഷം തന്നെ ജോലിക്ക് വേണ്ടി ആളുകൾ നാട്, അത് തന്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ നാട് വിട്ടു പോയി. ഇന്ന് സ്റ്റേജ് മാറി ഇന്ന് കുട്ടികള് ഇവിടേക്ക് ആഗ്രഹിക്കുന്ന നാട് വിട്ടു പോകാണ്. അപ്പൊ ഫാമിലിയില് അവര് ഡിറ്റാച്ച് ചെയ്യേണ്ട ഗതികേട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഇത് തകർന്നു പോവാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ടോട്ടലി എല്ലാവരും തന്നെ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ. ഇപ്പൊ ഞാൻ നിസ്സാരമായ ഒരു ഉദാഹരണം പറയാം. കൃഷി നശിച്ചു പോകും. അപ്പൊ അവരുടെ മക്കളൊക്കെ ഇവിടെ ജീവനിലുണ്ടാകുമ്പോ പുറത്തേക്ക് പോയി വിറ്റ് എവിടേക്കും പോവാണ്. നിവൃത്തിയില്ല. കാരണം ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം 10ാം ക്ലാസ്സോട് കിട്ടും. അതിനുശേഷം ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും എഡ്യൂക്കേഷൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകും. എഡ്യൂക്കേഷൻ സംവിധാനത്തിൽ മുഴുവൻ രാഷ്ട്രീയ ഇടപെടൽ മൂലം യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ, 30% കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല. എഴുതാനും വായിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടി തന്നെയാണെന്ന്. കാരണം സ്വതന്ത്രമായിട്ടൊരു അധ്യാപകനെ പഠിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം അതിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നില്ലേ. ഇതിൽ പാർട്ടീനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്താ കാരണം എന്നറിയോ? ഏകാധിപത്യ രാജ്യമാണെങ്കിൽ യഥാ രാജ്യം തഥാ പ്രജയാണ്. ജനാധിപത്യ രാജ്യമാണെങ്കിൽ യഥാ പ്രജ തഥാ രാജ്യമാണ്. ഇവിടുത്തെ ജനങ്ങളാണ് പ്രശ്നക്കാര്. അവരിത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണില്ല, വോട്ട് ചെയ്താൽ തങ്ങളുടെ ദൗത്യം തീർന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് വഖഫ് നിയമ ഭേദഗതി വരുത്താനായിട്ട് സർക്കാർ ശ്രമിക്കുന്നു. ആ നിയമ ഭേദഗതിയില് ഓരോ പൗരനും രാജകീയ, പ്രവാചക, പുരോഹിത കടമയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നിയമം വ്യാഖ്യാനിക്കുന്നതിനെയും നിയമം നിർമ്മിക്കുന്നതിനെയും ശരിയാണോ തെറ്റാണോ നീതിപൂർവമാണോ എന്ന് നോക്കാനുള്ള ചുമതല ഇവനുണ്ടെന്നാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. അത് നോക്കാനായിട്ട് നമ്മൾ തയ്യാറല്ലാതെ എല്ലാം ഇത് നമ്മൾ പരിശോധിക്കാതെ ഇരിക്കുന്ന ആ കർത്തവ്യ കടമ നിർവഹണത്തിന്റെ ഒരു ക്ലിയർ ആയില്ല. ഈ ഇതിനെ ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കൃഷി നശിക്കുന്നതിന്റെ ഒരു കാരണമാണ് പുഴകളെ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് അറിയില്ലേ. അപ്പൊ കത്തോലിക്ക ഇങ്ങനെ ഒരു ബാധ്യതയുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ കടമ എന്താണെന്ന് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കടമ, ആ രാഷ്ട്രീയ കടമയെ കുറിച്ച് അവബോധം ഉണ്ടാക്കി കൊടുത്ത് അത് നേടിയെടുക്കാനും നടപ്പിലാക്കാനും വേണ്ടി അവൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ. അപ്പൊ അടുത്ത തലമുറയ്ക്ക് അതൊരു കൈവിട്ടുപോയ, നമുക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല രാജ്യത്തിന് വെച്ചാണെന്ന്, അത് അടുത്തൊരു തലമുറയ്ക്ക് അത് ടീട്ടേക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ലക്ഷ്യബോധം കൂടിയിട്ട് ഇതൊരു കത്തോലിക്ക. അപ്പൊ വഖഫിന്റെ നിയമത്തില് പ്രമുഖനായൊരു വൈദികൻ പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. ഞാൻ വളരെ തെറ്റാണെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: വഖഫ് നിയമത്തെ കുറിച്ച് നമ്മൾ കാര്യമായിട്ടും ചിന്തിക്കേണ്ട, അത് രാഷ്ട്രീയക്കാരവിടെ ചിന്തിക്കട്ടെ. ഇതൊരു പൗരൻ, നിങ്ങളൊരു പൗരനാണെങ്കിൽ നമ്മുടെ കടമയാണത്. അപ്പൊ ഈ അച്ഛൻ പള്ളിയിലെ ജനങ്ങളോട് പറയേണ്ട
പ്രസംഗം നേരെ തിരിച്ചാണ്. രാഷ്ട്രീയക്കാരല്ല അവിടെ നിയമം ഉണ്ടാക്കേണ്ടത്. ഓരോ പൗരനും ആ നിയമത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും നീതിയോ അനീതിയോ ആണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല നിങ്ങൾക്കുണ്ടെന്നാണ് ഈ അച്ഛനാൾത്താരയിൽ നിന്നിട്ട് ആരോട് പറയേണ്ടത്? ജനങ്ങളോട് പറയുന്നത്. അതിന് നേരെ തിരിച്ചാ പറയേണ്ടത്. അത് അച്ഛനല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. 2000 കൊല്ലത്തെ ലഥാർജി നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ അതിന് ദീർഘനാളത്തെ ആവശ്യമാണ്. അപ്പൊ പ്രബോധനം ആവശ്യമാണ്. അത് സഭ നൽകിയിട്ടുണ്ട്, നമ്മൾ നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പ്രസക്തി ആനുകാലിക ഈ കാലഘട്ടത്തിലേക്ക് വരാനായിട്ട് തടസ്സം നിൽക്കുന്ന ചില ഘടനകളെ കുറിച്ച് പറഞ്ഞു. ഇനി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എങ്ങനെയൊക്കെയാണ് നമ്മളായി കഴിഞ്ഞിട്ട് ഇനി എന്താണ് കത്തോലിക്ക കോൺഗ്രസിന്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഇങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ്, ജസ്റ്റ് ഞങ്ങൾ റെഡിയാണ്. അപ്പൊ അപ്പോഴാണ് ശരിക്കും എന്തിനു വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് നിലനിൽക്കുന്നത് എന്നുള്ള ഉത്തരവാണ്. അത് ആ ഉത്തരത്തിലേക്ക് നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് പോകാൻ നല്ലത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ എപ്പിസോഡില് നമ്മൾ ഇത്ര പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഒരു വൈദികന്റെ ചോദ്യമാണ്. അതായത് ഇത്രയും കാലം കത്തോലിക്ക കോൺഗ്രസ് ഇല്ലാതെ അല്ലേ നമ്മൾ നിലനിന്നത്, ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം എന്താണെന്ന്. അതിനുള്ള മറുപടി ഇതാണ്: ഇത്രയും കാലം കത്തോലിക്ക കോൺഗ്രസ് മാത്രമല്ല, കത്തോലിക്ക സഭയും രാഷ്ട്രീയ സാമൂഹിക ദൗത്യത്തെ തങ്ങളുടെ കടമയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ചിരുന്നില്ല. അതുണ്ടായിട്ട് 1891 ശേഷമാണ് ഉണ്ടായത്. അത് ആ ഒരു ഗ്യാപ്പ് മാർപ്പാപ്പന്മാരും സഭാ നേതാക്കൾ ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിച്ചിട്ടും നമുക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന ഒരു ലക്ഷ്യമാക്കേണ്ടത് അവരുടെ പ്രബോധനം കൊണ്ടും ജീവിതം കൊണ്ടും ഈ സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളിൽ ഇടപെടേണ്ടത് ക്രൈസ്തവന്റെ ദൗത്യമാണെന്ന് ബോധ്യപ്പെടുത്താണ്. ആ ബോധ്യപ്പെടുത്തുന്നതിൽ വൈദികര് പിന്നിൽ നിന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ സംഘടനയുടെ പ്രസക്തി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിനലി ആഗോളതലത്തില് കത്തോലിക്ക സഭയ്ക്ക് ഉള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? What is the ultimate political aim of Catholic Church? അത് ലത്തീൻ സഭയായാലും കാത്തലിക് ചർച്ച് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക്